ഹാപ്പിയാണോ ജീവിതത്തിൽ? ഭയങ്കര ഹാപ്പി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഹാപ്പിനെസ്? എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് നിരാശയുണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നെ കാണുന്ന ആളുകൾ അയ്യോ നിങ്ങളുടെ കരിയറിൽ ഇങ്ങനെ അല്ലല്ലോ എത്തേണ്ടതെന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ആളുകൾ ഞങ്ങൾ ഒരു ഇതിൽ നിങ്ങളുടെ ഹൈറ്റ് ഇതായിരുന്നില്ല. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറയും, നീ ഇത്രയെങ്കിലും എത്തിയില്ലേ, അതെന്നെ വലിയ ഭാഗ്യം. അവരെ ഞാൻ എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഫീലിങ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എത്തേണ്ടതെടുത്ത് എത്തിയോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ പിറകോട്ട് നോക്കും. എൻ്റെ കൂടെ അഭിനയിക്കാൻ 30 വർഷം മുമ്പ് എൻ്റെ കൂടെ, ഞാൻ 30 വർഷമായി സിനിമയിൽ, 30 വർഷം മുമ്പ് എൻ്റെ കൂടെ ചാൻസ് ചോദിക്കാൻ നടന്നിരുന്ന ആളുകൾ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കടാ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, നീ നിൻ്റെ പടത്തിൽ എന്തെങ്കിലും വേഷം ചെയ്യുന്ന. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത്, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഭയങ്കര രക്ഷപ്പെട്ടൊരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എല്ലാവർക്കും സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ബോധ്യം ഉണ്ടാവും. പിന്നെ എനിക്ക് ലിമിറ്റേഷനൊക്കെ, മീൻസ് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്കിപ്പോൾ ഭയങ്കര കാറ്, ഞാൻ എൻ്റെ ലക്ഷറി എന്ന് പറയുന്നത് ഒരു കാറാണ് എൻ്റെ ലക്ഷറി. ഞാൻ ചിലപ്പോൾ പേപ്പർ വിരിച്ചൊക്കെ കൊടുക്കും. പക്ഷേ കാറും എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്രൈസാണ്. എനിക്കറിയില്ല അത് എങ്ങനെയാണ് അങ്ങനെ ഉള്ളിൽ വന്നതെന്നറിയില്ല. അതുണ്ടാവും. അതല്ലാതെ ഇപ്പം ചില ആളുകളുണ്ടല്ലോ, ഇന്ന് സിനിമയിൽ വരുന്നു, നാളെ BMW എടുക്കുന്നു, മറ്റൊന്ന് മറൈൻ ഡ്രൈവിൽ ഫ്ലാറ്റ് മേടിക്കുന്നു, അതൊക്കെയുണ്ട്. അങ്ങനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വേഷങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അവരോട് കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുക, ഹാപ്പി. അങ്ങനെയൊക്കെ ഞാൻ സന്തോഷം കണ്ടത്.